ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന സോങ്ങിൻ്റെ ഒരു അപ്രീസിയേഷനാണ് കേട്ടോ. ഡയറക്റ്റ് നമുക്ക് അപ്രീസിയേഷനിലേക്ക് തന്നെ പോകാം. അപ്രീസിയേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു സോങ്ങിനെ പറ്റി ഒന്നുകൂടെ പറയുകയാണ്. എറണ്ടൽ എന്ന് പറയുന്ന രാജ്യത്തിലെ കിങ്ങിൻ്റെയും ക്യൂനിൻ്റെയും മക്കളാണ് അന്നയും എൽസ എന്ന് പറയുന്നത്. ആ ഒരു ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രോസൺ എന്ന് പറയുന്ന ഫിലിമിലെ ക്യാരക്ടേഴ്സാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. അപ്പം നമ്മളീ പഠിക്കാൻ പോകുന്ന സോങ്ങിനകത്തും നമ്മൾ കാണാൻ പോകുന്നത് എൽസയെ പറ്റിയിട്ടാണ്. എൽസയ്ക്ക് ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ടായിരുന്നു. ലൈഫിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവൾ ആ പവേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നു. അവളുടെ ഫാമിലി സൊസൈറ്റിയൊക്കെ അവളുടെ അടുത്ത് ഇമ്പോസ് ചെയ്തിരുന്നത് ആ പവേഴ്സ് ഒന്നും തന്നെ ഉപയോഗിക്കരുത് എന്നായിരുന്നു. പക്ഷേ ലൈഫിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് അവളുടെ ആ ഒരു പവേഴ്സ് യൂസ് ചെയ്യുന്നു. സൊസൈറ്റിയൽ എക്സ്പെക്റ്റേഷനിൽ നിന്നൊക്കെ അവൾ വഴിമാറി പുതിയൊരു ലൈഫ്, അവളുടെ സെൽഫ് ഐഡൻറ്റിറ്റി മനസ്സിലാക്കി അവൾ സ്വന്തമായ ഒരു ജീവിതം എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അപ്പോഴുണ്ടാവുന്ന ഒരു സോങ്ങാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത്. അപ്പോൾ ആ സോങ്ങിൻ്റെ അപ്രീസിയേഷനാണ് തരാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് us move on to the appreciation. The song Let It Go from Frozen is about Elsa, the main character, embracing her true self after hiding her magical powers for a long time. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന സോങ് എന്ന് പറയുന്നത് ഫ്രോസൺ ഫിലിമിലെയാണ്. അത് എൽസയെ പറ്റിയിട്ടാണ് പറയുന്നത്. അവളാണ് അവിടുത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവളുടെ തന്നെ സെൽഫ് ഐഡൻറ്റിറ്റി അവൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കാലം മാജിക്കൽ പവേഴ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് ഇരുന്നതിന് ശേഷം സ്വയം താൻ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു സോങ് വരുന്നത്. ഷീ ഹാസ് ഓൾവേസ് ബീൻ അഫ്രൈഡ് ഓഫ് ബീങ് ജഡ്ജ്ഡ് ആൻഡ് ഹാസ് ട്രൈഡ് ടു സപ്രസ് ഹർ എബിലിറ്റീസ്. അവളുടെ സൊസൈറ്റി എപ്പോഴും ജഡ്ജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവളുടെ എബിലിറ്റീസിനെ, ഈ ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, സ്നോ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള എബിലിറ്റീസിനെ, അവളുടെ ആ ഒരു ഇന്നർ സെൽഫിനെ അവൾ മറച്ചു പിടിക്കുകയായിരുന്നു. ഹവർ ഇൻ ദിസ് സോങ് ഷീ ഡിസൈഡ് ടു സ്റ്റോപ്പ് വെറിയിങ് അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് ആൻഡ് ഫൈനലി എക്സ്പ്രസ് ഹർ സെൽഫ് ഫ്രീലി. പക്ഷേ ഈ ഒരു സോങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ളതിലുപരി അവളുടെ സ്വയം അവളെ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോകുന്നതായിട്ടാണ്. ദ സോങ് കൺവേസ് എ സ്ട്രോങ് മെസ്സേജ് അബൌട്ട് സെൽഫ് അക്സെപ്റ്റൻസ്, ഇന്നർ സ്ട്രെങ്ത് ആൻഡ് ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ലിമിറ്റേഷൻ. ഇറ്റ് എൻകറേജസ് പീപ്പിൾ ടു ലെറ്റ് ഗോ ഓഫ് ഫിയർ ആൻഡ് എംബ്രേസ് ദർ യുണീക്നെസ് വിത്ത് കോൺഫിഡൻസ്. അപ്പോൾ ഈ ഒരു സോങ് കൺവേ ചെയ്യുന്നത് നമ്മൾ സ്വയം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കരുത്ത്, അതുമാത്രമല്ല ലിമിറ്റേഷൻസിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉയർന്നു വരേണ്ടതെന്നും ഒക്കെയാണ് ഈ ഒരു സോങ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. മൂവിങ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. At the beginning of the song, Elsa is feeling lonely and isolated, standing on a snowy mountain after running away from her kingdom. ഇപ്പോൾ ഒരു സോങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽസ വളരെ ലോൺലി ആയിട്ട്, ഒറ്റപ്പെട്ട്, ഒരു സ്നോവി ആയിട്ടുള്ള, സ്നോ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു മൗണ്ടെയിനിലായിട്ട് നിൽക്കുന്നതായിട്ടാണ്. തൻ്റെ രാജ്യത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു മൗണ്ടൻ്റെ മുകളിലായിട്ട് വന്ന് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഷീ റിയലൈസസ് ദാറ്റ് ഷീ നോ ലോങ്ങർ നീഡ്സ് ടു ഹൈഡ് ആൻഡ് ചൂസസ് ടു എംബ്രേസ് ഹർ പവേഴ്സ്. അവൾ മനസ്സിലാക്കുന്നു അവൾ ഒരിക്കലും ഇനി അവളുടെ പവേഴ്സിനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, അവളായി ജീവിക്കാൻ പോകണം എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുകയാണ്. ആസ് ദ സോങ് പ്രോഗ്രസസ് ഷീ ബിൽഡ്സ് എ മാഗ്നിഫിഷ്യൻ ഐസ് കാസ്റ്റിൽ സിംബലൈസിങ് ഹർ ന്യൂ ഫോൺ കോൺഫിഡൻസ്. ആ ഒരു സോങ് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അവളൊരു ഐസ് കാസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഒരു ഏരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ കാണിക്കുന്നത് അവളുടെ ഒരു പുത്തൻ കോൺഫിഡൻസ്, പുതിയതായിട്ട് അവളുടെ മനസ്സിൽ വന്ന ആ ഒരു കോൺഫിഡൻസിനെയാണ്. ഷീ സിങ്സ് അബൌട്ട് ലെറ്റിംഗ് ഗോ ഓഫ് ദി പാസ്റ്റ്. അവളുടെ പാസ്റ്റിനെ ലെറ്റ് ഇറ്റ് ഗോ, അതായത് അതിനെ പോകാൻ അനുവദിക്കുക, ആ പാസ്റ്റിനെ അവൾ എന്ത് ചെയ്യാണ്, വിടുകയാണ്. ഇഗ്നോറിങ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് അതേഴ്സ് ആൻഡ് ലീവിങ് വിത്തൗട്ട് ഫിയർ. ആരുടെയും തന്നെ എക്സ്പെക്റ്റേഷൻസിലോ അല്ലെങ്കിൽ ഒരു ഭയവും പേടിയും കൂടാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, അവളുടെ പാസ്റ്റിനെ അവൾ കളയുകയാണ്. ബൈ ദ എൻഡ് ഓഫ് ദി സോങ് എൽസ ഫീൽസ് ഫ്രീ ആൻഡ് പവർഫുൾ, റെഡി ടു സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ ഇൻ ഹർ ലൈഫ്. ഈ സോങ്ങിൻ്റെ അവസാനമാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽസ സ്വന്തമായിട്ട് അവളുടേതായിട്ടുള്ളൊരു പുതിയ ചാപ്റ്റർ, ജീവിതത്തിൻ്റെ തന്നെ പുതിയൊരു ഏഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവൾ പോകുന്നതായിട്ടാണ്. However, she is also distancing herself from the world, believing that isolation is the only way to stay true to herself. അതുമാത്രമല്ല അവളുടെ ആ ഒരു ലോകത്ത് നിന്ന് തന്നെ, അതായത് അവളുടെ ഒരു രാജ്യത്ത് നിന്ന് തന്നെ, അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെ ഒരു ഡിസ്റ്റൻസ് അവൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവളുടെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അവൾക്ക് അവളെ തന്നെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഐസൊലേഷനിലൂടെ മാത്രമേ പറ്റൂ, ആരും തന്നെ അവളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്.
ദ സെൻട്രൽ തീം ഓഫ് ദി സോങ് ഇസ് ഫ്രീഡം ആൻഡ് സെൽഫ് എംപവർമെൻറ്റ്. അപ്പോൾ ഈ ഒരു സോങ്ങിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു മെയിനായിട്ട് വരുന്ന ആ ഒരു ഏഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഫ്രീഡം, നമ്മുടെ ഉള്ളിൽ, അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്രീഡവും അതുപോലെ തന്നെ സെൽഫ് എംപവർമെൻ്റ് ആണ്, സ്വയം പര്യാപ്തതയാണ് ഈ ഒരു പോയത്തിൻ്റെ സെൻട്രലായിട്ട് വരുന്ന അല്ലെങ്കിൽ മെയിനായിട്ട് വരുന്ന തീംസ് എന്ന് പറയുന്നത്. സോ യെസ്, നമുക്കറിയാം ഒരു അപ്രീസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 പാരഗ്രാഫായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു, സെക്കൻഡ് പാരഗ്രാഫ് കഴിഞ്ഞു, ഇനി ലാസ്റ്റ് പാരഗ്രാഫിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനകത്തുള്ള പൊയറ്റിക് ഡിവൈസസും അതിനകത്ത് വരുന്ന സിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. There were many symbols in this song. ഈ ഒരു സോങ്ങിനകത്ത് ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. സ്നോ റെപ്രസെൻറ്റ് പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസ്, വിൻഡ് ആൻഡ് സ്കൈ ഇൻഡിക്കേറ്റ് ഫ്രീഡം ആൻഡ് സ്ട്രെങ്ത്. സ്നോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്യൂരിറ്റി ആണെങ്കിൽ വിൻഡും സ്കൈയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്രീഡത്തിനെയാണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിനെയാണ്, അല്ലെങ്കിൽ അവളുടെ ആ ഒരു ക്വസ്റ്റാണ്, ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവളുടെ ഒരു ആഗ്രഹമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് ദ ഡേ ഇൻഡിക്കേറ്റ് എൽസാസ് ന്യൂ ബിഗിനിങ്, നമുക്ക് ആ ഒരു സ്റ്റാൻസിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഐ വിൽ റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഓഫ് ഡോൺ, അല്ലെ അവൾ ഉയർത്തെഴുന്നേൽക്കും എന്തുപോലെ, ഒരു പ്രഭാതം എങ്ങനെയാണോ പൊട്ടിപ്പിളരുന്നത്, അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പുതിയ ബിഗിനിങ്സിനെയാണ് കാണിക്കുന്നത്. എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ഐ ആം ദി ക്യൂൻ. ദിസ് ഇമേജ് ഗീവ്സ് എൽസ ബീങ് അലോൺ ഇൻ ഹർ ഓൺ വേൾഡ്. ആ രാജ്യം തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു, അവിടെ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തിലെ ക്യൂനാണ് താനെന്ന് പറയുന്നതിലൂടെ അവൾ അനുഭവിക്കപ്പെടുന്ന ആ ഒരു ഐസൊലേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ സ്റ്റോം റെപ്രസെൻറ്റ് ഹർ ഇമോഷൻ, ഷോയിങ് ഹൗ ഷീ ഈസ് നോ ലോങ്ങർ അഫ്രൈഡ് ഓഫ് എക്സ്പ്രസിങ് ഹർ സെൽഫ്. ആ ഒരു സ്റ്റോം റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവളുടെ തന്നെ ഇമോഷൻസിനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് ഒരുപാട് തവണ നമ്മൾ സ്റ്റാൻസാസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കണ്ടിട്ടുണ്ട്, വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റെപ്പറ്റീഷൻ. The phrase let it go repeated in many stanzas, which is an example for repetition. The wind is howling like the swirling storm inside her inside. ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷനും സിമിലിക്കും എക്സാമ്പിളാണ്. പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ വരുന്നത് ആ ഒരു വിൻഡ് അലറുക എന്ന് പറയുന്നത് വെച്ചിട്ടാണ് പറയുന്നത്. ദ വിൻഡ് ഈസ് ഹൗളിംഗ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ. ഇനി ആ ഒരു വിൻഡ് ഹൗൾ ചെയ്യുന്നു എന്തുപോലെ? സ്വേളിംഗ് സ്റ്റോം ഇൻസൈഡ്, അവളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അലയടിക്കുന്നത് പോലെ ആ ഒരു വിൻഡ് അലയടിക്കുന്നു. അപ്പോൾ ആ വിൻഡിനെയും ഇമോഷൻസിനെയും കണക്ട് ചെയ്യുന്നു യൂസിങ് ലൈക്ക്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ സിമിലി എന്ന് പറയുന്നത് വരുന്നത്. പിന്നെ അലിട്രേഷൻസ്, ആസൊണൻസ്, വിഷ്വൽ ഇമേജസ്, സ്നോ ഒക്കെ വിഷ്വൽ ഇമേജസ് ആണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു അപ്രീസിയേഷനിൽ വരുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ദിസ് വീഡിയോസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ.